ഹായ് ഫ്രണ്ട്സ്, സീസൺ 2 ഫസ്റ്റ് കിസ്. ഓക്കെ, അങ്ങനെ മിയ അങ്ങനെ കൊണ്ട് ഇന്ത്യൻ കഴിച്ച് മാരേജ് നടന്നായിരുന്നു. അങ്ങനെ രണ്ടുപേരും സന്തോഷം ഹാപ്പിയായിട്ടിരിക്കാൻ തുടങ്ങി. അങ്ങനെ കൊണ്ട് അങ്ങനെ എല്ലാവരും ഓരോന്ന് റൂമിലായിരുന്നു. പെൺകുട്ടി റെഡി ആക്കിയിട്ട് അയക്കാൻ പറഞ്ഞു. അങ്ങനെ ബെഡ്റൂമൊക്കെ അയച്ചു. ഫസ്റ്റ് നമുക്ക് ഹീറോ ഉണ്ട് നോക്കാം. അങ്ങനെ ഹീറോ ജിന്നടുത്ത് വന്നു. അങ്ങനെ കൊണ്ട് ഹീറോ പറഞ്ഞായിരുന്നു, എനിക്ക് ഡ്രീം വന്നായിരുന്നു, നടന്ന കാര്യം ജിന്നും പറഞ്ഞായിരുന്നു. ഇത് കേട്ട് ഷോക്കായി പോയി. അപ്പോൾ രണ്ടുപേർക്ക് ഡ്രീമായിരുന്നു. രണ്ടുപേരും സ്മൈൽ ചെയ്ത് തുടങ്ങി. ജിൻ പ്രപ്പോസ് പറഞ്ഞു, കിസ് അടിച്ചു. ഓൾറെഡി പ്രപ്പോസ് ചെയ്തായിരുന്നു, കിസ് അടിച്ചില്ലായിരുന്നു. ഇതാണ് അവരുടെ ഫസ്റ്റ് കിസ്. അതെ, ടൈറ്റിൽ മാതിരി. അതെ, കിസ്. അങ്ങനെ രണ്ടുപേരും അവർ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമുക്ക് ഹീറോ അതെ മിയൻ്റെ നോക്കാം. അങ്ങനെ മിയ റൂമിൽ വന്നായിരുന്നു. അവർ രണ്ട് സംസാരിക്കാൻ തുടങ്ങി. അതെ, മിയ മരിച്ചത് അർജുൻ പ്രപ്പോസ്. അതെ, അർജുൻ ഇപ്പം മിയൻ്റെ അടുത്ത് കിസ് അടിക്കാൻ തുടങ്ങി. മിയക്ക് ഷോക്കായിരുന്നു. അങ്ങനെ അർജുൻ ഓൾറെഡി പറഞ്ഞായിരുന്നു മിയന്. അതെ, ഓൾറെഡി അർജുനക്ക് മിയനെ ഒരുപാട് ഇഷ്ടമാണ്. അതുമാത്രമല്ല അതെ, മിയനെ ഒരുപാട് പിടിക്കും. അതെ, മിയ ഒരു ആക്ടർ മാത്രമല്ല, മിയൻ്റെ മൂവിയിലോ നോക്കിയിട്ടുണ്ട്. അർജുൻ അവരുടെ യഥാർത്ഥ നോക്കിയായിരുന്നു. അങ്ങനെ മിയനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ മിയനെ കണ്ടപ്പോൾ അർജുൻ കുറച്ച് ഷോക്കായിരുന്നു. അതുകൊണ്ട് കണ്ടുകാതിരുന്നായിരുന്നു. അർജുനൊക്കെ പ്രപ്പോസ് ചെയ്യുന്ന എല്ലാ ഗേൾസ് കാണുമ്പോൾ മിയ ഇങ്ങനെ നോക്കുമ്പോൾ മിയ പുറകിൽ വരുന്നതെല്ലാം അർജുൻ സ്മൈൽ ചെയ്ത് പോയായിരുന്നു. മിയക്ക് അത് അറിയില്ലായിരുന്നു. അർജുൻ പറയായിരുന്നു, അതെ മിയ, നിനക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് മനസ്സിലായിരുന്നു. നീ എന്നെ ഫോളോ ചെയ്ത് എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, അവരെല്ലാം പ്രപ്പോസ് ചെയ്യുമ്പോൾ നിൻ്റെ വീട് പാടുന്ന എനിക്ക് ഒരുപാട് അറിഞ്ഞായിരുന്നു മിയ. അത് മാത്രമല്ല മിയ, എനിക്ക് കൊറിയ ലാംഗ്വേജ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റൂ. എന്ത്? മിയക്ക് ഷോക്ക്. അപ്പോൾ കൊറിയയിൽ സംസാരിക്കാൻ മനസ്സിലാവും. അത് മാത്രമല്ല എൻ്റെ വീട്ടിൽ എല്ലാവർക്കും അറിയാം. എൻ്റെ അനിയത്തി ഉണ്ടല്ലേ, ആ പ്രിയ, അവൾ ജിന്നെ ലവ് ചെയ്യാണല്ലേ. അതുകൊണ്ട് ഞാനും എഴുതി. അങ്ങനെ രണ്ടുപേരും ഹാപ്പിയായി സന്തോഷത്തിരിക്കാൻ. അങ്ങനെ കുറച്ച് വർഷം കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും കുറച്ച് ഞാൻ ടെൻഷനിലായിരുന്നു. എല്ലാവരും ടെൻഷനെല്ലാം ഉണ്ടായിരുന്നു. മിയക്ക് ഒരുപാട് ടെൻഷനായിരുന്നു. അങ്ങനെ രണ്ടുപേരും ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടയ്ക്കുക. ഹീറോയും പ്രിയവും മിയാവും രണ്ടുപേരും ടെൻഷനിലായിരുന്നു. മിയക്ക് ഇപ്പം മലയാളം നന്നായിട്ട് സംസാരിക്കാൻ പറ്റൂ. അതുവരെ മിയ പറയുമായിരുന്നു, ഈ എവിടെയൊക്കെ പോയി അറിയില്ലല്ലോ. മിയ അതെ, ഇപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി ഫ്രണ്ട്സ്. അത് മാത്രമല്ല ജിന്നല്ല, ഹീറോയ് ഒരു ബിസിനസ് വുമനായി മാറി. അതുമാത്രമല്ല ബിസിനസ് വുമൻ മാത്രമല്ല, ഒരു കാർട്ടൂൺ അതിലൊരു ഡയറക്ടറായി മാറിയായിരുന്നു. അതാണ് ഹീറോയ്ക്ക് ഇഷ്ടമാണ്. അതുമാത്രമല്ല ഹീറോയിൻ്റെ ചേട്ടൻ അർജുൻ ഒരു ബിസിനസ് മാനും ഒരു ആക്ടറാണ്. അതെ, മലയാളം മൂവി എല്ലാ ലാംഗ്വേജിലും അഭിനയിക്കാൻ ഫേമസ് ആക്ടറാണ്. അങ്ങനെ മിയക്കും ഹാപ്പി ആയിരുന്നു. ഹസ്ബൻഡ് ഒരു ആക്ടറാണ്. അങ്ങനെ മിയൻ്റെ മൂവി അഭിനയിക്കാൻ പോവായിരുന്നു. മിയൻ്റെ കൂടെ നിറയെ മൂവി അഭിനയിച്ചിട്ടുണ്ട്. മിയ ചേച്ചി. അങ്ങനെ മിയ പറയുമായിരുന്നു, ഈ എവിടെ പോയി, നിൻ്റെ ചേട്ടനും കാണുന്നില്ല, ഈ എവിടെ പോയി. അങ്ങനെ രണ്ടുപേരും ടെൻഷനിലായിരുന്നു. മമ്മി എന്ന് രണ്ട് കുട്ടികൾ കരഞ്ഞു വരുന്നുണ്ട്. മിയക്ക് ഷോക്ക്. എന്ത് പറ്റി മിയക്ക് ഷോക്ക്. അതെ, മിയക്ക് ട്വിൻസ് ബേബിയാണ്. അതെ, മിയക്ക് 4 ബേബിയാണ്. ഇത് ട്വിൻസ് ബേബി. അതെ, ഓൾറെഡി കുട്ടികളെല്ലാം പഠിക്കാൻ പോയി, സ്കൂൾ പോയി. ഇത് 2 ചെറിയ കുട്ടിയാണ്. മിയക്ക് ഷോക്ക്. എന്ത് പറ്റി മമ്മി എന്ന് കരഞ്ഞോണ്ട് ഓടി വന്ന്. ബേബീസ് ഉണ്ട് ചിട്ടി. അങ്ങനെ പിന്നെ ഡാഡി. അങ്ങനെ അർജുൻ വന്ന് ഷോക്കായി പോയി. മിയ, എന്ത് പറ്റി കൊച്ചിന്? എന്ത് തിടുന്നോ? നോക്കുക കുട്ടികൾ എന്ത് ചെയ്തെന്ന്. അതെ, രണ്ടുപേരും തണ്ണിൽ നനഞ്ഞു വന്നായിരുന്നു. അങ്ങനെ കൊണ്ട് ജിൻ വന്നു. ജിന്നുക്ക് ചിരിക്കാൻ വന്നു. അങ്ങനെ ജിന്ന്, ഡാഡി ഞാൻ എങ്ങനെയുണ്ട്? ജിന്നുക്ക് ഷോക്ക്, വീണ്ടും ഷോക്ക്. എന്ത്? അതെ, ജിന്നിൻ്റെ ബേബി
അതെ, ഈ 3 കുട്ടികളും അവിടെ നനഞ്ഞായിരുന്നു. ജിന്നൊരു മകനാ 2 പേര്. അപ്പോൾ മിയ മുറിക്കാൻ തുടങ്ങി ജിന്നിന്. ഒന്നുമില്ല മിയ, അവന് കുളിച്ചതാ. നിന്റെ മകൻ എന്ത് ചെയ്തു? അവന് കുളിച്ചത്. ആ, മമ്മി മമ്മി. അതെ അതെ, അടുത്ത ബേബിയാണ്. അതെ, അതെ ഗേൾ ബേബി കൂടി വന്ന ജിന്നിൻ്റെ. എന്ത് പറ്റി? മമ്മി മമ്മി, ഡാഡ്, ഇവര് തണ്ണിൽ നനഞ്ഞതല്ല ഡാഡ്. എന്താ സംഭവിച്ചു? ഇങ്ങോട്ട് വാ ഡാഡി. അങ്ങനെ എല്ലാവരും പുറത്ത് പോയിട്ട് നോക്കുമ്പോൾ ഷോക്കായി പോയി. അതെ, വേറെ ആരുമില്ല, മിയേൻ്റെ അച്ഛനാണ്. അച്ഛാ, എന്താ പറ്റി മിയ? എന്താ അച്ഛൻ ഇവരെ ചെയ്ത്? ഒന്നില്ല മോളെ, അത് ഒരു കള്ളൻ വന്നായിരുന്നു. അവനെ പിടിക്കുമ്പോൾ നമ്മൾ 2 പേര് പിടിച്ചായിരുന്നു. കള്ളനാ? അതെ മിയ, നീ പറഞ്ഞായിരുന്നു നിൻ്റെ സോങ്സ് എല്ലാം. അതെ, ജിന്നിൻ്റെ സോങ് ഇവരെല്ലാം കാണാതാന്ന് പറഞ്ഞില്ലായിരുന്നോ? അവ കള്ളനങ്ങ് പിടിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പിടിച്ചത്. അതെ, ശരിക്കും ജിന്നിൻ്റെ പാട്ടും അതെ എല്ലാ ഫോട്ടോസ് അത് ഇതെല്ലാം വീഡിയോസ് ചെയ്യാണ്. അങ്ങനെ തപ്പി വീഡിയോസ് കൊടുക്കുകയാണ്. മിയക്കും ജിന്നിക്കും എന്തോ ലിങ്കുണ്ട്, അങ്ങനെ ഇങ്ങനെ ഒരെണ്ണം പറയായിരുന്നു. അങ്ങനെ അവനെ പിടിച്ചു. ആര് പറഞ്ഞ? അതൊരു റിപ്പോർട്ടായിരുന്നു. ഇവൻ ഇടിച്ചടിച്ച് ചോദിച്ചായിരുന്നു. അതൊരു ബോസ് പറഞ്ഞിരുന്നു. അങ്ങനെ അവൻ്റെ ബോസ് പിടിച്ചു. അവൻ്റെ കമ്പനി ഇല്ലാതായി ചെയ്തു. അതെ, അവനൊരു ഇങ്ങനെ ഓരോന്ന് ന്യൂസിനില്ലാതെ ഉണ്ടാക്കിയിട്ട് പറയാനാണ് ഹേറ്റേഴ്സ് പറയായിരുന്നു. അതുമാത്രമല്ല, അങ്ങനെ പിടിച്ച് അവനെ ജയിലകത്തിട്ടു. 2 കുട്ടികൾ, ബാക്കിയുള്ള കുട്ടികൾ ഡാൻസ് പറഞ്ഞു. അതെ, ജിന്നക്ക് അതെ അടുത്ത ബേബീസ് വന്ന് സ്കൂളിൽ നോക്കിയിട്ട് ഡാഡ്, ജിന്നിന് വന്നു. ഡാഡ്, എന്ത് പറ്റിടാ? എന്താ നീ എന്നെ വന്നില്ല? ടീച്ചർ മാം കിളിച്ച് എന്നെ. ഇവർ 2 പേർക്ക് ഒന്നും വരാൻ പറ്റില്ല. ഇല്ല ഡാൻ മോൻ, അവർക്ക് അങ്ങനെ ജിന്നിൻ്റെ കുട്ടി പറയാൻ തുടങ്ങി. 2 കുട്ടികൾക്ക് എന്താ നടക്കുന്നത്? സ്കൂൾ വരാതെ മാം അവിടെ കിളി കളിച്ചു. 2 പേര് സ്കൂൾ. അതെ 2 ട്വിൻസാണ് ഇപ്പോൾ ഓടിക്കൊണ്ട് വന്ന് ഫസ്റ്റ് പറഞ്ഞ. ഇത് ഫസ്റ്റത്തെ ബേബിയാണ്. ജിന്നിക്ക് 4 ബേബിയാണ്. അങ്ങനെ ഇപ്പോൾ ഹീറോയും പ്രഗ്നൻ്റാണ്. 3 മാസമായി. അത് മാത്രമല്ല മിയ പ്രഗ്നൻ്റാണ്.